ഇന്നൊരു വെരി എക്സൈറ്റിംഗ് എപ്പിസോഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ആൻഡ് ഈ അൺബോക്സിങ്ങിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സാധനമാണ്. അപ്പം എൻ്റെ മമ്മി എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്ന സാധനമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നിന്റെൻഡോ സ്വിച്ച് 2. ഇതെൻ്റെ കുറേ നാളായിട്ട് എൻ്റെ ഒരു ഡ്രീമാണ്. അപ്പോൾ ഫൈനലി എനിക്ക് കിട്ടി. ഐ ലവ് മൈ മമ്മി. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് ഗെയിം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു ഗെയിമിൻ്റെ ഒരു കാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 100-in-1 ഗെയിം കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം. ഞാനിത് ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഓൾറെഡി തുറന്ന് നോക്കി. അപ്പോൾ എന്താണ് ഞാനൊരു അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് കൺട്രോളേഴ്സ് ബ്ലൂ ഉണ്ട്, ഓറഞ്ചും ഉണ്ട്. ഓക്കെ, നമുക്കിത് സൈഡിലേക്ക് വെക്കാം. നെക്സ്റ്റ് നമുക്കുള്ളത് ഈ ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ കുറേ മോഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കളിക്കണമെങ്കിൽ ഇങ്ങനെ കളിക്കാം, ഇങ്ങനെ കളിക്കാം, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ അടുത്ത് വെച്ചാൽ മതി. ഇങ്ങനെയും കളിക്കാം, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് സൈഡിൽ വെക്കാം. അപ്പോൾ നമുക്കത് നോക്കാം. പിന്നെ നമ്മുടെ സ്ക്രീൻ ഉണ്ട്. ഇതാണ് നമ്മുടെ കൺട്രോളർ സ്ക്രീൻ, ഷൈനി. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ടൊരു സ്റ്റാൻഡും ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ നമുക്കിത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കാണിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു മോഡും കൂടി ഉണ്ട്. അതാണ് ഹാൻഡ് ഹെൽഡ് മോഡ് എന്ന് പറയാം. ഇതിപ്പോൾ ഇത് ഡിറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് വെറുതെ റിമൂവ് ചെയ്താൽ മതി. ഈസി ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇത് ആൻഡ് നമ്മുടെ സെക്കൻഡ് മോഡ് വിച്ച് ഇസ് ഹാൻഡ് ഹെൽഡ്. ഫസ്റ്റത്തത് ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഈ കൺട്രോൾ വെച്ചിട്ട് കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹാൻഡ് ഹെൽഡായിട്ട് കളിക്കാം. പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്, നമുക്ക് ടി വിയിലേക്ക് കണക്ട് ചെയ്ത് കളിക്കാം. പക്ഷെ ഞാനത് ഒരിക്കലും ട്രൈ ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് അതിൻ്റെ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ടി വിയിലേക്ക് കണക്ട് ചെയ്ത് കളിക്കാനുള്ള വയറും സാധനങ്ങളുമാണ് ഇതൊക്കെ. പിന്നെ ചാർജിങ് കേബിളും ഉണ്ട്. ഇത് ഇതിൻ്റെ ആ കട്ട. പിന്നെ നിന്റെൻഡോന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വള്ളി, സി ടൈപ്പ് ചാർജർ. ഇവിടെ 2 പോർട്ട് ഉണ്ട്. ഫസ്റ്റത്തത് ഇതും പിന്നെ സെക്കൻഡത് ഇതുമാണ്. ഇത് രണ്ടേ കൂടെയും നമുക്ക് ചാർജ് ചെയ്യാം. പക്ഷേ അതൊരു ഫീച്ചറാണ് ഈ സ്വിച്ച് 2ൻ്റെ. അപ്പോൾ ഇത് ടി വിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള വള്ളി. പിന്നെ ഈ സാധനം എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നത് എന്തോ ഇതിൻ്റെ ഈ കൺട്രോളറിന് എന്തോ ക്യാരി ചെയ്യാനുള്ള സാധനമാണ് തോന്നുന്നത്. അത് ബ്ലൂവിനും ഉണ്ട്. അപ്പോൾ നമുക്കിത് സൈഡിലേക്ക് വെക്കാം, കാരണം എനിക്കൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഇത് നമ്മുടെ ഒരു ടി വിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്കിങ് അങ്ങനെ എന്തൊരു സാധനം വിളിക്കും. ഇത് നമുക്ക് തുറക്കാം. എനിക്കിതെങ്ങനെ തുറക്കണമെന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ചാർജിങ് അല്ല, ഇതാണ് ടി വിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് പോർട്ട്സ്. ഇതിലേക്ക് ഇടും. പിന്നെ ഇത് ടി വിയിലേക്ക് കണക്ട് ചെയ്യും. പിന്നെ ഈ സാധനം, ഈ സ്വിച്ച് ഇതിൻ്റെ ഉള്ളിലേക്കും വെക്കും. അപ്പോൾ അതാണ് ടി വിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇനി നമുക്ക് നിന്റെൻഡോയിലേക്ക് വരാം. എക്സൈറ്റിംഗ് പാർട്ട്. ഓക്കെ, നിന്റെൻഡോ. അപ്പോൾ ഈ നിന്റെൻഡോയിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിന്റെൻഡോ സ്വിച്ച് എന്ന് പറയുന്നത് ആക്ച്വലി മുമ്പത്തെ നിന്റെൻഡോ 1 നമുക്ക് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി മാഗ്നറ്റിക് ആയിട്ട് വെറുതെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആവും. സെയിം ഫോർ ദ ബ്ലൂ സൈഡ്, വെറുതെ ടാപ്പ് ചെയ്താൽ അങ്ങനെ ആവും. പിന്നെ നിന്റെൻഡോ സ്വിച്ച് 1 കുറച്ചും കൂടി സ്ക്രീൻ ബിഗർ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ഓൺ ചെയ്യണമെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു ഓൺ ബട്ടൺ ഉണ്ട്. അപ്പോൾ നിന്റെൻഡോ എന്ന് പറഞ്ഞ
ഒരു പോപ്പപ്പ് വരും. ചാർജ് പോയോ? അയ്യോ, ചാർജ് ഇല്ല. അപ്പൊ നമ്മളുടെ തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ കുറച്ചേരം ചാർജിന് ഇട്ടു. അപ്പൊ നമുക്ക് ഓൺ ചെയ്യാം. ഇവിടുത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഓൺ ചെയ്തു. പിന്നെ ഇപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ആൽഫബറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇവിടെ എഴുതിയിട്ടുണ്ട് എ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ ക്ലിക്ക് ചെയ്യാം. അത് 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചോണ്ട് ഇപ്പൊ ഇത് കാണാൻ പറ്റും ഈ ഗെയിം 101 കളക്ഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ശരിക്കുള്ള സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗെയിം കാർഡ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് പിന്നെ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ അത് ഡൗൺലോഡ് ആയിട്ട് കിടപ്പുണ്ട്. പക്ഷെ എന്നാലും നമുക്കത് ഓൺ ചെയ്താൽ വരില്ല. കാരണം നമുക്ക് ഈ ഗെയിം കാർഡ് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ നമുക്കത് ഇൻസേർട്ട് ചെയ്യാം. ഫസ്റ്റ് അത് ഇൻസേർട്ട് ചെയ്യേണ്ട സ്ഥലം ഇവിടെ എഴുതിയിട്ടുണ്ട്, ഗെയിം കാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമുക്കിത് ഇവിടെ ഒരു ഇതുണ്ട്, ഇങ്ങനെ തുറക്കുക. പിന്നെ ഈ ഹോളിൽ കൂടെ നമ്മുടെ ഗെയിം കാർഡ് നമുക്ക് വെക്കാം. ഈ ഗെയിം കാർഡ് ഇല്ലാണ്ട് നമുക്ക് ഇതിനൊന്നും കളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഗെയിം കാർഡ് ഇൻസേർട്ട് ചെയ്യുക. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് നേരം കളിച്ച് നോക്കാം. നെറ്റ് കണക്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഇതിൽ എങ്ങനെയാണ് കളിക്കേണ്ടതും പിന്നെ എനിക്കിപ്പോ ഉള്ള ഗെയിംസ് ഞാനിപ്പോ കാണിച്ചു തരാം. ഞാൻ അത്രയും അൺലോക്ക് ചെയ്തിട്ടില്ല, കാരണം മമ്മി പറഞ്ഞിട്ടുണ്ട് എക്സാം ടൈം ആയതുകൊണ്ട് എക്സാം കഴിഞ്ഞിട്ടേ തൊഴാൻ പാടുള്ളൂ എന്ന്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കിതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ നമുക്കിപ്പോ സ്ലോട്ട് എ മാത്രമേ ഉള്ളൂ. അതൊന്ന് എടുത്തിട്ട് ഞാൻ കുറച്ച് ഗെയിംസ് കാണിച്ചു തരാം ഞാൻ അൺലോക്ക് ചെയ്തത്. ഇത് ഡെമോന്റെ പാട്ടല്ലേ? അയ്യോ, ഞാനും ഇന്റൻസിലാണ് മമ്മി. അല്ല, അയ്യോ ഞാൻ ചത്തു. ഞാനിത് പറഞ്ഞില്ല, മമ്മിയാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മമ്മി മമ്മി ഞാനിപ്പ ജയിക്കും. മമ്മി ഞാൻ മമ്മി കാരണം ഞാൻ തോറ്റിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അവര് പറയാണ് കളിക്കൂന്ന്. ഗുഡ് ജോബ്. ഞാൻ എന്ത് കളിച്ചാലും ഗുഡ് ജോബ് എന്നൊക്കെ പറയും. ഞാൻ ഭയങ്കര അടിപൊളി ആയതുകൊണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ആൾക്കാർമാരെ.